ഇന്ന് തുടങ്ങി ഒരു 5 ദിവസം കൊണ്ട് നിങ്ങൾ ചരിത്രവും ഭരണഘടനയും മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക. നമുക്കറിയാം 5 മാർക്ക് വീതമുള്ള 2 ടോപ്പിക്കുകളാണ് ഈ ചരിത്രവും ഭരണഘടനയും. ചരിത്രം 5 മാർക്ക്, ഭരണഘടന 5 മാർക്ക്, ടോട്ടൽ 10 മാർക്കാണ്. ഈ 10 മാർക്കിൽ എന്ന് വെച്ചാൽ 10 ചോദ്യങ്ങൾ, ഈ 10 ചോദ്യങ്ങളിൽ ഒരു 8 മുതൽ 9 ചോദ്യങ്ങൾ വരെ ശരിയാക്കി മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറയുന്നത്. അതിനുശേഷം ഭരണഘടനയും അതുപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയിലെ ഈ ക്ലാസ് ഭരണഘടനയും അതുപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേട്ട് ഇന്ന് തന്നെ ഇത്രയും കണ്ടൻറ്റ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഭരണഘടനയും ചരിത്രവുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും പഠിച്ചു തീർക്കുക. ഈ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഭരണഘടന എന്ന ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട SCRT-ലുള്ള പോയിൻറ്റ്സ് മുഴുവൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്ക്, ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെയൊക്കെ ബുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അതിൽ നമ്മുടെ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ പരീക്ഷ ഇനി അടുത്ത് വന്നില്ല, ഇനി അത്രയും സമയമില്ല നമുക്ക് പഠിക്കാൻ. അപ്പോൾ ക്യാപ്സ്യൂൾ പോലെ നമുക്ക് എല്ലാ ടോപ്പിക്കിനെയും ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പഠനം പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കുറേ കാര്യമുണ്ട് പഠിക്കാൻ. അത് അത്രയും പഠിച്ചു തീർത്താൽ ഏകദേശം എല്ലാ ടോപ്പിക്കിനെയും ടച്ച് ചെയ്ത്, എന്ന് വെച്ചാൽ SCRT-യും ഇതിനെല്ലാം ടച്ച് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക, ഭരണഘടനയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ടതും. ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി. അതിനകത്ത് ഞാൻ PSC പുറത്തിറക്കിയേക്കുന്ന സ്പെഷ്യൽ എഡിഷനിലെ 2 സ്പെസിഫിക് PDF-കൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ആ മൊബൈൽ വെച്ച് അങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചങ്ങ് പഠിച്ചാൽ മതി. ഇതിൻ്റെ 2 മുൻവർഷ ചോദ്യങ്ങളുടെ എല്ലാ പോയിന്റുകളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇട്ടേക്കുന്ന 2 PDF-ആണ്. അതങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ആ ടോപ്പിക്ക് കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് പഠിച്ചാലും മതി. ആ 2 കാര്യങ്ങൾ അങ്ങ് പഠിച്ചു തീർക്കുക. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഈ ഓരോ ടോപ്പിക്കിലെയും, ഇപ്പം ഭരണഘടനയിലെയും ചരിത്രത്തിലെയും ഓരോ ഭാഗങ്ങളെടുത്ത്, ഇപ്പം ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഭരണഘടനയിലെ ആദ്യത്തെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് എടുത്ത് അതുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ പോലെ കാര്യങ്ങൾ പഠിച്ചു തീർക്കുക. അടുത്ത ടോപ്പിക്ക് അതുപോലെ പഠിച്ചു തീർക്കുക. അങ്ങനെ ക്യാപ്സ്യൂൾ പോലെ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ടോപ്പിക്ക് തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ SCRT-ലെ കണ്ടൻറ്റ് വീഡിയോ ക്ലാസ് കണ്ടോ PDF വായിച്ചോ അതങ്ങ് മുഴുവനായിട്ട് തീർക്കുക. ഇത്രയും കണ്ടൻറ്റ് ഈ 5 ദിവസം കൊണ്ട് പക്കായായിട്ട് പഠിച്ചു തീർക്കുക. ഇപ്പം ബാക്കിയുള്ള റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCRT മുഴുവനായിട്ട് തീർത്തില്ലേ പോലും ഈ മുൻവർഷ ചോദ്യങ്ങൾ പക്കായിട്ട് എന്തായാലും ഈ 5 ദിവസം കൊണ്ടങ്ങ് തീർക്കണം. പറ്റുന്ന പോലെ ക്യാപ്സ്യൂൾ പോലെ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങ് തീർക്കണം. ഇത്രയും തീർത്താൽ ഈ ടോപ്പിക്കുകൾ രണ്ടും ഏകദേശം സെറ്റാണ്. ചിലപ്പോൾ പരീക്ഷ ഭയങ്കര പാടൊന്നും ആയില്ലെങ്കിൽ, ഒരു സ്റ്റാൻഡേർഡ് പരീക്ഷയാണ്, ഈ ഒരു ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്നത്. ഇതിന്നൊരു ആവറേജ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ ഭാഗം നമുക്ക് സെറ്റായി. യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഈ ചരിത്രത്തിലൊക്കെ പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ശ്രമിച്ചു നോക്കുക, ഇത്രയും പഠിച്ചു തീർക്കാൻ. മാക്സിമം പറ്റും, ശ്രമിച്ചാൽ പറ്റും. ഇത്രയും ഈ ആഴ്ച കൊണ്ട് തീർക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ 5 ദിവസം ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സും ഈ 3 ടോപ്പിക്കുകളും ഡെയിലി പഠിച്ചു പോകണം. ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ മാത്സും ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സും ഡെയിലി പഠിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഭാഗത്ത് നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പഠിച്ചാലും മുഴുവനായിട്ട് തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഈ മാത്സും ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ മലയാളം കൂടെ വരുമ്പോൾ ടോട്ടൽ 50 മാർക്കാണ് അത്രയും ഭാഗത്തിന് തന്നെ വരുന്നത്. ബാക്കിയുള്ള പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ GK-യും സയൻസും എല്ലാം ഉൾപ്പെടുന്ന പോർഷനും 50 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഈ മാത്സ് ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് ഒക്കെ വരുന്ന, മലയാളമൊക്കെ വരുന്ന അത്രയും ഭാഗത്തിൽ 50 മാർക്കിൽ ഒരു 40-ന് മുകളിൽ സ്കോർ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക്, ബാക്കിയുള്ള GK അയച്ചിട്ട് പാടായാലും ക്യാപ്സ്യൂൾ പോലെ മുൻവർഷ ചോദ്യങ്ങളും അത്യാവശ്യം SCRT-ഒക്കെ പഠിച്ച ഒരാൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഒരു ആവറേജ് മാർക്ക്. അങ്ങനെ സ്കോർ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ജോലി തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഒക്കെ നമുക്കറിയാം വളരെ കുറവാണ്. ഈ തവണ അതുപോലെ തന്നെ വരുമെന്നൊന്നുമല്ല. പരീക്ഷിച്ചിട്ട് എളുപ്പമായാലും കട്ട് ഓഫ് കൂടിയാലും നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ 2ാമത്തെ സെക്ഷൻ, മാത്സ് ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു 50 മാർക്കിൻ്റെ സെക്ഷൻ. അപ്പോൾ അതിൽ മാക്സിമം സ്കോർ ചെയ്യുക. GK ഇതുപോലെ ക്യാപ്സ്യൂൾ പോലെ തീർക്കുക. അതാണ് നമ്മുടെ പഠന രീതി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു പോകുക. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ആദ്യത്തെ 5 ദിവസം, ഈ ഒരു 5 ദിവസം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ചരിത്രവും ഭരണഘടനയുമാണ്. 5 ദിവസം കൊണ്ട് പക്കായിട്ട് തീർത്താൽ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് ഞാൻ അതിന് ശേഷം പറഞ്ഞുതരാം. ഇടയ്ക്ക് ഞാൻ അടുത്ത ദിവസങ്ങളെല്ലാം ക്ലാസ് ഇട്ട് പോകും. നിങ്ങളത് കണ്ടുപോകുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചോളുക. പക്ഷേ ഈ 5 ദിവസം കൊണ്ട് മെയിനായിട്ട് ഈ ടോപ്പിക്കുകൾ അങ്ങ് തീർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. ആദ്യം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ക്ലാസ് ക്യാപ്സ്യൂൾ പോലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്ന ഒരു സെഷനാണ്. അതിനുശേഷം ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇന്ന് തന്നെ ഇത്രയും കണ്ടൻറ്റ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക. ഓക്കെ, സോ വീഡിയോയിലേക്ക് കിടക്കാം.
നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ അനുച്ഛേദം 14, അനുച്ഛേദം 15, അനുച്ഛേദം 16, അനുച്ഛേദം 17. ഏത് ആർട്ടിക്കിളാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ അല്ലേ? തുല്യത എന്ന വാക്ക് കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന അനുച്ഛേദമല്ലേ 14. അപ്പോൾ തുല്യത എന്ന വാക്കാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ന്യൂമറിക്കൽ വാല്യൂമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വരേണ്ടത് അല്ലേ? അപ്പോൾ ഈ 14 ഈ 1 4 1 കൂട്ടിയാൽ 14 എന്ന അക്കത്തിലെ അല്ലെങ്കിൽ ആ സംഖ്യയിലെ 1 4 1 കൂട്ടിയാൽ അക്കത്തിലെ അല്ല ആ സംഖ്യയിലെ അക്കങ്ങളായിട്ടുള്ള 1 4 കൂട്ടിയാൽ നമുക്ക് 5 എന്ന് ലഭിക്കും. നമ്മൾ തുല്യതയുമായി ബന്ധപ്പെട്ട് 5നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ 5 എണ്ണം വെച്ച് ഇപ്പോൾ 5 നിനക്ക് 5 എനിക്ക്, അങ്ങനെ 5 എന്ന് പറയുന്നത് ഒരു തുല്യതയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ 50-50 എന്ന് പറഞ്ഞാൽ 50-50 എന്ന് പറഞ്ഞാലും തുല്യതയാണ് അല്ലേ? 50 എണ്ണം നിനക്ക് 50 എനിക്ക്, അല്ലെങ്കിൽ 50% ചാൻസ് ജയിക്കാൻ 50% ചാൻസ് തോക്കാൻ, അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും 5 വരുന്നത് ഒരു തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഭവമായിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ 4 1 കൂട്ടിയാൽ 5 എന്ന് പറയുന്ന തുല്യത, തുല്യ നിയമം, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, നമുക്ക് മനസ്സിലേക്കൊന്ന് കോർത്ത് പോകാം. ഓക്കെ, അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14 എന്ന് ആ രീതിയിലൊന്ന് മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോകാം. ഓക്കെ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാൻ എപ്പോഴും പറയുന്നത് പരീക്ഷാ സമയത്ത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നാലും ഇതുപോലുള്ള കണക്ഷനുകളൊന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓക്കെ, ബാക്കി ആർട്ടിക്കിളുകളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 15 16 അനുച്ഛേദം 15 16. ഓക്കെ, ഈ 2 ആർട്ടിക്കിളും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിലെ കാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളെ മരിച്ച് എന്താ പറയുക കൊല്ലാൻ കൊണ്ടുപോകുന്നത്, മരിക്കാറാകുമ്പോൾ വന്ന് കഴുത്തിൽ കയറൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന, ആത്മാവിനെ കൊണ്ടുപോകുന്ന, നരകത്തിൽ വിടണോ സ്വർഗത്തിൽ വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന വ്യക്തിയാണല്ലോ ഈ കാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലനുമായി ബന്ധപ്പെടുത്തിയാണ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 15 1 5 കൂട്ടിയാൽ എന്ത് വരും? 6 എന്ന് ലഭിക്കും അല്ലേ? 1 5 കൂട്ടിയാൽ 6. അതുപോലെ 16 ഒരു 6 ഉണ്ടല്ലോ, അതിലും ഒരു 6 ഉണ്ട്. ഈ സദാനന്ദൻ്റെ സമയം സിനിമ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അതിന് ദിലീപ് ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണ്. ഒരു 7 തിരിയിട്ട വിളക്കിൽ ഒരു തിരി കെട്ട് പോകുമ്പോൾ 6 തിരിയാവും. അപ്പം കണ്ടില്ലേ 6 തിരിയാണ് കത്തുന്നത്, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് പുള്ളി കുറേ അന്ധവിശ്വാസമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും അന്ധവിശ്വാസം എടുക്കാം, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 1 കൂട്ടിയപ്പോൾ 6 കിട്ടി, 15 നിന്ന് 6ലേക്ക് കിട്ടി, 16 ഓൾറെഡി ഒരു 6 ഉണ്ട്. ഓക്കെ, കാലനുമായിട്ട് നമ്മൾ 2 ആർട്ടിക്കിളിനെ ബന്ധപ്പെടുത്തി. ചുമ്മാ ഇങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടാക്കുന്നത് രസകരമായ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇനി ആരെയാണ് ഈ കാലൻ നരകത്തിൽ കൊണ്ടിടുന്നത്? ദുഷ്പ്രവർത്തി ചെയ്യുന്നവരെ അല്ലേ? അപ്പോൾ ഈ മതം, വർഗം, ജാതി, അതുപോലെ ജാതി മതമൊക്കെ പറഞ്ഞ് വിവേചനം കാണിക്കുന്നവരെ കാലം നരകത്തിൽ ഇടത്തില്ലേ? അപ്പോൾ അങ്ങനെ ഓർക്കാമല്ലോ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരനോട് വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. അപ്പം ജാതി, വർഗം, മതം ഇതൊക്കെ കാണിച്ചാൽ കാലൻ നരകത്തിൽ ഇടുമെന്ന് ഓർത്താൽ മതി. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. ഓക്കെ, അനുച്ഛേദം 15. അപ്പം ഇങ്ങനെയൊക്കെ വിവേചനം കാണിച്ചാൽ കാലൻ നരകത്തിയിടും. കാലനുമായി ബന്ധിപ്പിച്ച് 5 1 6 ആക്കി. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കും. ഒരു ബന്ധമില്ലാത്ത ആരും ഉപയോഗിക്കാത്ത കോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്ത് കോഡാണെന്ന് ഓർത്ത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിരിക്കത്തില്ലേ, അല്ലെങ്കിൽ മനസ്സിലൊന്ന് വിചാരിക്കത്തില്ലേ? ആ ഒരു സംഭവം മതി പരീക്ഷാ സമയത്ത് നമുക്ക് ഓർത്തിരിക്കണം. എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം മതം, വർഗം, ജാതി, ലിംഗം എന്നിവയിലൊക്കെ വിവേചനം കാണിച്ചാൽ നിങ്ങൾ ഓർത്തോളുക, കാലം പിടിച്ച് നരകത്തിയിടും. ഓക്കെ, അപ്പം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15 അനുച്ഛേദം 15. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. അതും ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. ഇതുപോലെ മതം, വർഗം, ജാതി അങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ വിവേചനം പാടില്ല, എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്നും 15 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അനുച്ഛേദത്തിലേക്ക് പോകുന്നു. അനുച്ഛേദം 16 ആർട്ടിക്കിൾ 16. അതും നമ്മൾ കാലനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പോവുകയാണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 16 പറയുന്ന ശരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലികളിലൊക്കെ
നിയമനത്തിലൊക്കെ എല്ലാവർക്കും ഒരേപോലെ അഴിമതിയൊന്നുമില്ലാതെ ഒരേപോലെ നിയമനം നൽകണമെന്നൊക്കെയാണ് 16 പറയുന്നത്. ഇനി അതെങ്ങനെ കാലനുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ അന്യൻ സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്യൻ അല്ലേ? അന്യൻ സിനിമയിലെ അന്യൻ എന്ന് പറയുന്ന അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി, അതൊരു കാലൻ്റെ ഒരു ഡെവിൾ ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാമല്ലോ. കാലൻ ഡെവിളാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അന്യൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. കാലൻ്റെ എന്താ പറയുക, പുസ്തകത്തിലുള്ള ശിക്ഷകളൊക്കെയാണ് അവൻ നടപ്പാക്കുന്നത്. അതുപോലെയുള്ള സംഭവങ്ങളാണ് പുള്ളി ചെയ്യുന്നത്, അന്യൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി. അപ്പം എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവനെ കൊന്നിട്ട് നരകത്തിലെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുകയാണ് സിനിമയിൽ കാണുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനകത്തൊരു സീനുണ്ട്, അതിലെ നായികയായിട്ടുള്ള ഈ നന്ദിനി എന്നാണ് തോന്നുന്നു പേര്. ആ പെങ്കൊച്ചിന് ഏതോ ഒരു സംഗീത സദസ്സിൽ പാട്ട് പാടാൻ അനുവദിക്കാതെ വരുമ്പോൾ, അതിൻ്റെ എന്താ പറയുക ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാതെ വരുമ്പോൾ, കാശ് മേടിച്ച് മറ്റൊരാളെ പാടാൻ അനുവദിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഉള്ളിലെ, ആ നായകൻ്റെ ഉള്ളിലെ അന്യൻ എന്ന് പറയുന്ന കാലൻ്റെ രൂപത്തിലുള്ള ആ ഒരു കഥാപാത്രം പുറത്തു വരികയും ഇതുപോലുള്ള അഴിമതി കാണിക്കുന്ന നീ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവനെ പൊക്കിയെടുത്ത്, ആ ഒരു വയസ്സനെ പൊക്കിയെടുത്ത് ഒരു വിളക്കിൻ്റെ മുകളിലേക്ക് കുത്തിക്കൊല്ലാൻ നോക്കുന്ന ഒരു സീൻ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസരം കാശ് മേടിച്ച് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ, അവസര സമത്വം ഇല്ലാതെയാക്കുകയാണെങ്കിൽ കാലൻ നിങ്ങളെ കൊല്ലുമെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ PSCയിലൊക്കെ ഇതുപോലെ അഴിമതി കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് കാലൻ്റെ ശിക്ഷയുടെ പുസ്തകത്തിൽ നരകത്തിൽ അതുപോലുള്ള ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചോളുക. ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 16 അനുച്ഛേദം 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു എന്നാണ്. അല്ലെങ്കിൽ അവസര സമത്വം നൽകിയില്ലെങ്കിൽ 16 എന്ന നമ്പർ വെച്ച് കാലൻ്റെ ഹേമപുരിയിലേക്ക് ചെല്ലും, എണ്ണയിലിട്ട് വറക്കും എന്നൊക്കെ ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു. ഒരു ബന്ധമില്ലാത്ത കോഡുകളാണ് നമ്മൾ പറയുന്നത്. ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. കാരണം പരീക്ഷ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഓക്കെ. അപ്പം നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം കൂടുതലൊന്നും കൂടുതലായിട്ട് പഠിച്ച് കയറ്റാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഇതുപോലെ ഈ നിമിഷമെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായി പോവുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് ഇതുപോലെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കോഡൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 16. 15 എന്താണ്? മതം, ലിംഗം, ജാതി, അതുപോലെ വർഗം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് 15. ഇനി അടുത്തത് അനുച്ഛേദം 17. 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ആ 17 എന്ന നമ്പർ എടുത്ത്, ഇനി അത് കൂട്ടുമൊന്നും വേണ്ട, 7 എന്നുള്ള നമ്പർ എടുത്താൽ മതി. 7 എന്ന വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സംഖ്യയിൽ നിന്ന് ജന്തുക്കൾ നമുക്ക് എത്താമല്ലോ. എഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പഴുതാര, പുഴു, ഇവയൊക്കെ എഴയുന്ന ജന്തുക്കളല്ലേ. ഇവയൊക്കെ തൊടാൻ നമുക്ക് ഭയങ്കര മടിയല്ലേ. ഈ പാമ്പിനെയൊക്കെ ഇപ്പോൾ ചത്ത പാമ്പാണെങ്കിൽ പോലും നമ്മൾ കൈകൊണ്ട് തൊടും ഇല്ല, ഈ വഴുവഴാന്നിരിക്കും അല്ലേ. എഴ ജന്തുക്കളെല്ലാം അല്ല, നമുക്ക് എന്തോ ഒരു അയ്യേ നോക്കുമല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് മനസ്സുകൊണ്ട്. കുഴപ്പമൊന്നും ഇല്ലേലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ജന്തുക്കളെയൊക്കെ തൊടാൻ, പുഴുവിനെയൊക്കെ തൊടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. അൺടച്ചബിലിറ്റി, തൊടാൻ ബുദ്ധിമുട്ടാണ്, അൺടച്ചബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. സോ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 17. അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 17 എന്നറിഞ്ഞിരിക്കുക. ജന്തുക്കളെ തൊടാൻ ബുദ്ധിമുട്ടാണ്, എഴയുന്ന ജന്തുക്കളെ 17. അൺടച്ചബിലിറ്റി കണക്ട് ചെയ്യാം. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17 എന്നറിഞ്ഞിരിക്കുക. അതുപോലെ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അത് അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അനുച്ഛേദം 17. ഓക്കെ. അപ്പോൾ 15 പഠിച്ചു, 16 പഠിച്ചു, 17 പഠിച്ചു, പിന്നെ 14 പഠിച്ചു. ഓക്കെ. ഇനി ഒരെണ്ണോടെ ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാം. അനുച്ഛേദം 18. ഈ 18 വയസ്സാകുമ്പോഴല്ലേ നമുക്കൊരു പ്രായപൂർത്തിയായി ഒന്നൊരു തൻ്റെ ഇടമൊക്കെ വരുന്നത് അല്ലേ. 18 വയസ്സാകുമ്പോൾ നമ്മൾ എന്തോ സംഭവമായെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. 18 വയസ്സാകുമ്പോൾ കുറച്ച് തൻ്റെ ഇടമൊക്കെ വരുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പം പ്രായപൂർത്തിയായതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഷോ ഓഫ് കാണിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്താൽ നമുക്ക് ആ പദവി നിയമമൊക്കെ നമ്മുടെ പേരിന് പുറകിൽ ചേർക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ 18 വയസ്സായാലും അഹങ്കാരം വരുമ്പോൾ നമ്മൾ നേടിയ അച്ചീവ്മെൻ്റൊക്കെ നമ്മുടെ പേരിൻ്റെ എന്താ പറയുക കൂടെ ചേർത്ത് നമ്മൾ വലിയ സംഭവമായി നാട്ടുകാരെ കാണിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു അഹങ്കാരം വരുമെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ പദവി നാമങ്ങൾ പേരിനോടൊപ്പം ചേർക്കുന്ന 18 വയസ്സിൽ അഹങ്കാരം വരുമ്പോൾ പദവി നാമങ്ങളൊക്കെ നമ്മുടെ പേരിനോട് ചേർക്കുമെന്ന് ഒക്കെ ഒന്ന് ഓർത്താൽ അതുമായിട്ട് കണക്ട് ചെയ്യാം. പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. അക്കാദമിക് ആയിട്ടുള്ളതും മിലിറ്ററി പരമായിട്ടുള്ളതും അല്ലാത്ത പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. പദവി നാമങ്ങൾ നിരോധിക്കുന്നു അനുച്ഛേദം 18. അക്കാദമിക്കും മിലിറ്ററിയും അത് ഒഴികെയുള്ളതാണ്, അത് പറ്റും. എന്നാൽ അല്ലാതെയുള്ള പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18 എന്നറിഞ്ഞിരിക്കുക. സോ ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് നമ്മൾ 14 പഠിച്ചു, 15 പഠിച്ചു, 16 പഠിച്ചു, 17 പഠിച്ചു, 18 പഠിച്ചു. കാലനുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പഠിച്ചത്. നിങ്ങളൊക്കെ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അനുച്ഛേദം 19(1) എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷനുകൾ 6, 5, 4, 10. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് അനുച്ഛേദം 19(1) പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് അനുച്ഛേദം 19(1) പ്രതിപാദിക്കുന്നത്. ഇനി ഏറ്റവും വലിയ മൗലിക സ്വാതന്ത്ര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്തിനെ പറ്റിയും, ഇപ്പോൾ ഗവൺമെൻറ്റിനെ പറ്റിയും അതുപോലെ എന്താണ് എന്ത് പോരായ്മ അല്ലെങ്കിൽ എന്ത് കുഴപ്പം നാട്ടിൽ നടന്നാലും നമുക്കതിനെതിരെ ഹെൽത്തി ആയിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം, നമുക്ക് എന്തിനേയും വിമർശിക്കാം. അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും ആദ്യത്തേത്. എ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റിലെ ആദ്യത്തേത്, എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഭിപ്രായം പറയേണ്ടത് ആരോടാണ്? നമ്മുടെ കൂടെയുള്ള ആരോടെങ്കിലും ഒക്കെ, നമ്മുടെ കമ്പനിക്കാരൊക്കെ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അല്ല തന്നെ ഇരുന്ന് നമ്മൾ വീട്ടിൽ ഇരുന്ന് ആരോടെങ്കിലും അഭിപ്രായം പറയും. ഇപ്പോൾ ആൾക്കാർ മൊബൈലിൽ ലൈവൊക്കെ പോയി പറയും. അതൊന്നും ഓർക്കണ്ട. നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് ഓർത്താൽ മതി. ഓക്കെ, എല്ലാവരും കൂടെ സമ്മേളിക്കുമ്പോൾ അഭിപ്രായം പറയുന്നു. സമ്മേളിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതാണ് ബി. 19(1) ബി, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നു. അഭിപ്രായം പറയാൻ സമ്മേളിക്കുന്നു എന്ന് ഓർത്താൽ അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം രണ്ടെണ്ണമായി, എയും ബിയുമായി. ഇനി സമ്മേളിച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് സമ്മേളിച്ച് കഴിഞ്ഞ് എന്തുണ്ടാവും? സംഘടനയൊക്കെ ഉണ്ടാവുമല്ലേ? സമ്മേളിച്ചല്ലേ സംഘടന ഉണ്ടാകുന്നത് എന്ന് ഓർത്താൽ മതി. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് സിയിൽ പറയുന്നത്. 19(1) സിയിൽ പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ കോർത്ത് കണക്ട് ചെയ്ത് നമുക്ക് പോകാം. ആദ്യം അഭിപ്രായം പറയുന്നു. അഭിപ്രായം പറയുന്ന ആരോടാണ്? എല്ലാവരും കൂടെ സമ്മേളിക്കുമ്പോൾ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ബി. പിന്നെ സമ്മേളിക്കുമ്പോൾ എന്താണ്? സംഘടനകൾ ഉണ്ടാകുന്നു. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സി. ഓക്കെ, ഇനി സംഘടനയൊക്കെ രൂപീകരിച്ചാൽ അല്ലേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാർച്ച് നടത്തണമെങ്കിൽ സഞ്ചാരം സ്വാതന്ത്ര്യം വേണമല്ലോ. സഞ്ചാര സ്വാതന്ത്ര്യം അടുത്ത പോയിന്റിലേക്ക് എത്തി. ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഡിയിൽ പറയുന്നത്. 19(1) ഡിയിൽ പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇനി പകല് മുഴുവൻ ഇങ്ങനെ മാർച്ചൊക്കെ നടത്തി സഞ്ചരിച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ക്ഷീണിക്കുമല്ലേ? അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി അന്തി ഉറങ്ങണ്ടേ, താമസിക്കണ്ടേ? അപ്പോൾ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇയിൽ പറയുന്നത്. 19(1) ഇയിൽ പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അഭിപ്രായം, സമ്മേളിച്ചു, സംഘടന, സഞ്ചാരം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നു, അങ്ങനെ 5 എണ്ണം. ഓക്കെ, ഇനി താമസിച്ച് ചുമ്മാ സംഘടനയും നടത്തി സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അഭിപ്രായം പറഞ്ഞ് താമസിച്ചാൽ മാത്രം മതിയോ? നമുക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണ്ടേ? അപ്പോൾ മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ജിയിൽ പറയുന്നത്. 19(1) ജിയിൽ പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതാണ് 19(1) ജി. ഓക്കെ, അപ്പോൾ എ മുതൽ ജി വരെ നമ്മൾ പഠിച്ചു. ആദ്യത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യം, രണ്ടാമത്തേത് സമ്മേളിക്കുന്നതിനുള്ളത്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ചില പുസ്തകങ്ങളിൽ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രം കാണാറുണ്ട്. മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് ഓർത്തുകൊള്ളുക. മാന്യമായ തൊഴിലുകൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അത്രയുമാണ് 19(a) മുതൽ 19(1) ജി വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, മൗലികാവകാശങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഏതാണ് നിരോധിച്ചത്? സ്വത്തവകാശം. അതെടുത്ത് ചോദിക്കാം. മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വത്തവകാശം ഏത് ഭേദഗതി വഴിയാണ് ഒഴിവാക്കിയത് എന്ന് ചോദിക്കും. 19(1)(f)ലായിരുന്നു അത് കിടന്നത്. 19(1)(f). ഓക്കെ, 19(1)(f)ൽ കിടന്ന സ്വത്തവകാശം ഏത് ഭേദഗതി വഴിയാണ് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതി. നമ്പർ ഓർത്തിരിക്കുക, 44-ാം ഭേദഗതി വഴിയാണ് 19(1)(f)ൽ കിടന്ന സ്വത്തവകാശം ഒഴിവാക്കിയത് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പും 19(1)(a) ആണ്. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പും 19(1)(a) ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20, 21, 22, 23 ഏത് അനുച്ഛേദമാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശം നൽകുന്ന അനുച്ഛേദം? ഏതാണ്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ആണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ,
മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21, 21ാമത്തെ അനുച്ഛേദം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ചില ഭാര്യമാർക്കൊന്നും ഭർത്താക്കന്മാർ ഈ പുക വലിക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലല്ലോ. നമ്മുടെ തീവണ്ടി എന്ന സിനിമയിൽ ടോവിനോ തോമസ് പുക വലിക്കുന്നത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇഷ്ടമില്ലല്ലോ, അത് ഓർത്താൽ മതി. അപ്പം ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ പുക വലിക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു സമയങ്ങളിൽ എന്താ പറയുക, സ്നേഹാതുരമായ സമയങ്ങളിൽ ഇവരെ കൊണ്ട് സത്യയിടിക്കും, പുക വലിക്കാനൊന്നും പാടില്ല, അതുപോലെ മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഭർത്താക്കന്മാർ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായി മാറുമ്പോൾ അവർ ഭാര്യമാർ കാണാതെ ഒളിഞ്ഞിരുന്ന് പുക വലിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു സംഭവം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഭാര്യമാർ കാണാതെ അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് പുക വലിച്ചിട്ട് ആ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടി വെക്കുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, കല്യാണം കഴിയുമ്പോൾ ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് പുക വലിച്ചിട്ട് സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റ്, വീടിൻ്റെയൊക്കെ പാക്കറ്റ് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടി വെക്കും. ഓക്കെ, അത്രയും ഇൻസിഡൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കുറേ പോയിന്റുകൾ പറയാൻ പോവാണ്. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21. 21മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എല്ലാം പറയാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞു, അതാണ് ആദ്യത്തെ പോയിന്റ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം, അതും ആർട്ടിക്കിൾ 21 ആണ്. ആ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് എന്ന് ചോദിച്ചാൽ 21. അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റിലെ പുകവലിയുമായി കണക്ട് ചെയ്ത് പുകവലി നിരോധിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരോധിച്ചത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ 21 എന്ന് കണക്ട് ചെയ്യാം. പിന്നെ കല്യാണത്തിന് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കല്യാണത്തിൽ നിന്ന് ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും 21 കല്യാണവുമായി ബന്ധപ്പെട്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. സോ ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും 21. കല്യാണത്തിൽ നിന്ന് ആ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സംഭവത്തിലേക്ക് എത്തി, പുകവലിയിൽ നിന്ന് ആ പുകവലി നിരോധിച്ച സംഭവത്തിലേക്കും എത്തി. ഓക്കെ, 2-21 കണക്ട് ചെയ്തു. ഇനി ഒളിച്ചിരുന്ന് പുകവലി അവൻ്റെ സ്വകാര്യതയാണ് എന്ന് ഓർത്താൽ മതി. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിക്കാം. അതും 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. പുകവലി, സ്വകാര്യത, അതുപോലെ എന്താണ് ഒരെണ്ണോട് പറഞ്ഞല്ലോ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്, എല്ലാം അനുച്ഛേദം 21. ഇനി സ്വകാര്യമായിട്ട് പുക വലിച്ചിട്ട് സിഗരറ്റിൻ്റെ പാക്കറ്റ് കൊണ്ട് പൂട്ടി വെക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആരും കാണാതെ പൂട്ടി വെക്കുന്നു. അപ്പോൾ പൂട്ടി വെക്കുന്നു എന്നതിൽ നിന്ന് പുട്ട് സ്വാമി എന്ന് കണക്ട് ചെയ്യാമല്ലോ. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിക്കാം. അത് KS പുട്ടുസ്വാമി കേസാണ്. KS പുട്ടുസ്വാമി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു, 2017. KS പുട്ടുസ്വാമി എന്ന പേര് ഓർത്തിരുന്നാൽ മതി. KS പുട്ടുസ്വാമിയുടെ കേസിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഓക്കെ, സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് പുട്ടുസ്വാമിയുടെ കേസിലാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പം സ്വകാര്യത, പിന്നെ എന്താണ് പുകവലി നിരോധിച്ചു, പുട്ടുസ്വാമിയുടെ കേസ്, ജീവിത പങ്കാളി, ഇതെല്ലാം ആർട്ടിക്കിൾ 21 അറിഞ്ഞിരിക്കുക. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും ആർട്ടിക്കിൾ 21. ഓക്കെ, ഇത്രയും പോയിന്റുകൾ 21 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട്, 21A. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിക്കാം. അത് 86ാം ഭേദഗതിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. ഇനി 21A വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം. അതാണ് 21A. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. ഓക്കെ, 86ാം ഭേദഗതി. ഇനി ഇങ്ങനെ എന്താ പറയുക, മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അത് 21A ആണെന്നും അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 21A. അപ്പോൾ 21A എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 21ൽ ഉൾക്കൊള്ളിക്കുന്ന മറ്റു കാര്യങ്ങൾ, പുകവലി, ജീവിത പങ്കാളി, അതുപോലെ പുട്ടുസ്വാമി, എല്ലാം സ്വകാര്യതയും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 21 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി ആർട്ടിക്കിൾ 20, ആ കൂട്ടത്തിൽ തന്നെ അനുച്ഛേദം 20 പറ്റി നമുക്ക് പഠിച്ചു പോകാം. ഒരു കുട്ടി
കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങളെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 20. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. അതാണ് ആദ്യത്തെ സംരക്ഷണം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു ഇൻസിഡൻറ്റ് നടന്നല്ലോ. കുറേ പേര് ഈ പുലിയാണെന്ന് തോന്നുന്നു, പുലിയെ കൊന്നിട്ട് തോലൊക്കെ പൊളിച്ചെടുത്ത് പല്ലൊക്കെ മാറ്റി അവർ പുലിയെ കറി വെച്ച് തിന്നു. ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ പുലിയെ കൊന്ന ശിക്ഷിക്കാനുള്ള നിയമം ഉള്ളത് കൊണ്ടാണല്ലോ ആ വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കോഴിയെ കൊന്നാൽ ശിക്ഷിക്കാനുള്ള ഒരു നിയമം പെട്ടെന്ന് മനുഷ്യരെല്ലാം മാറുകയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് കഴിച്ച പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ട്രോളുകളൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നൊരു മനുഷ്യരുടെ ചിന്തകളൊക്കെ മാറി കോഴി ദൈവമാണ്, അല്ലെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല, കോഴിയിറച്ചി തിന്നാൽ പാവമാണ് എന്നുള്ളൊരു ചിന്താഗതി വന്ന് കോഴിയിറച്ചി തിന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം കുറച്ച് പേര് ചിക്കൻ കഴിച്ചതിൻ്റെ പേരിൽ അവരെ പോലീസ് പിടിച്ചു. അപ്പം ഇങ്ങനെ ആൾക്കാരെല്ലാം, പ്രത്യേക ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കോഴിയിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെൻറ് അവരെ ശിക്ഷിക്കാൻ ബാധ്യസ്ഥരായി, ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ? ഇല്ല. കോഴിയിറച്ചി തിന്നാൽ അറസ്റ്റ് ചെയ്യണം എന്നൊരു നിയമം ഇന്ത്യൻ ഭരണഘടനയിലില്ല. അപ്പോൾ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മുൻകാല പ്രാബല്യത്തോടെ നിയമം കൊണ്ടുവരുന്നത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നും ഭരണഘടന എഴുതിയിട്ടുണ്ട്. അതാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. എനിക്ക് എക്സാക്റ്റ് ആ ഒരു അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാൻ അറിയത്തില്ല. അത് ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻ ഉള്ള ഒരു സംഭവമാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഒന്ന് ഐഡിയ ഒന്നുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു വേർഡ് ഓർത്തിരുന്നാൽ മതി. അപ്പം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു നിയമം ഇല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു സംഭവവും ഭരണഘടനയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ആർട്ടിക്കിൾ 20-ലാണ്. ഇനി ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാൻ പാടില്ല. അതാണ് രണ്ടാമത്തേത്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാൻ പാടില്ല. മൂന്നാമത്തേത്, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. ക്രിമിനൽ കേസിൽ ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെ തന്നെ, ഇപ്പം ഞാനൊരു കുറ്റം ചെയ്താൽ പോലീസിന് തെളിവൊന്നുമില്ല. നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ ഓർത്താൽ മതി. ജോർജ് കുട്ടിയോട് ശരിക്കും ഇവർ തെളിവല്ലേ ചോദിക്കുന്നത്. ഇവർ ചോദിച്ചിട്ട് ഒരു രീതിയിലും അവർക്ക് പോലീസുകാർക്കൊരു ഒരു ലൂപ്പ് ഹോൾ കിട്ടുന്നില്ല. അപ്പോൾ തനിക്കെതിരെ തന്നെ ഒരു തെളിവിന് വേണ്ടിയാണ് ആക്ച്വലി അവർ പോലീസുകാർ ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെ പാടില്ല. തനിക്കെതിരെ തന്നെ ഞാൻ ചെയ്തൊരു കുറ്റത്തിന് എനിക്കെതിരെ തന്നെ തെളിവ് കൊണ്ടുവരാൻ എന്നോട് പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇതിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾ അടങ്ങിയതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും, നിർബന്ധിക്കാനല്ലേ പാടില്ലാത്തതെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ് പറയുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, പിന്നെ തനിക്കെതിരെ തന്നെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അതാണ് അനുച്ഛേദം 20 പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ റിവിഷൻ സീരീസിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റുകളോട് ഇവിടെ ഞാൻ ജസ്റ്റ് പറയാം, അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഇനി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്, പ്രസിഡന്റിനാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19. 19 നമ്മൾ നേരത്തെ പറഞ്ഞ 6 അവകാശങ്ങളുണ്ടല്ലോ, അത് റദ്ദാകും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19 എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം 20ഉം 21 അനുച്ഛേദം 20ഉം 21 റദ്ദു ചെയ്യാൻ കഴിയില്ല. എന്താണ് 20ലും 21ലും ഒക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങൾ 20ഉം 21. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശം 19 ആണെന്നും
അറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ അനുച്ഛേദം 22 നമുക്ക് പഠിച്ചു പോകാം. 22 രണ്ട് പേര് ഒരു വ്യക്തിയെ നടക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ രണ്ടുപേര് അപ്പുറം ഇപ്പുറം നിന്ന് വട്ടം ഇങ്ങനെ പിടിച്ചാലോ, നമ്മുടെ അയ്യപ്പനും കോശിക്കകത്ത് ബിജു മേനോൻ ഇങ്ങനെ വട്ടം പിടിക്കത്തില്ല, അതുപോലെ രണ്ടുപേര് കോർത്ത് ഒരാളെ വട്ടം പിടിച്ചാൽ എന്ത് പറ്റും? അയാൾ ഒരു എന്താ പറയുക, ഒരു കേജിനുള്ളിൽ നിൽക്കുന്ന പോലെ ആകുമല്ലോ, ഒരു തടങ്കലിലാവും എന്ന് ഓർത്താൽ മതി. അപ്പോൾ 22 നിന്ന് ആ രീതിയിലൊന്ന് തടങ്കൽ എന്ന വാക്കിലേക്ക് എത്താമല്ലോ. 22 തടങ്കൽ. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. ഓർത്തിരിക്കുക, കരുതൽ തടങ്കൽ നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 22. അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അനുച്ഛേദം 22 ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ടത് അനുച്ഛേദം 22 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 3 മാസമാണ്. കരുതൽ തടങ്കലിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 3 മാസമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിക്കാം. AK ഗോപാലൻ. AKG ആണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനെയും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22 എന്നറിഞ്ഞിരിക്കുക. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം 22. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 22. അതുപോലെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതുപോലെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23, 24, 25, 26 ഏത് അനുച്ഛേദമാണ് ബാലവേലയുമായി ബന്ധപ്പെട്ടത്? ബാലവേല നിരോധിക്കുന്നതുമായി അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് അറിഞ്ഞിരിക്കുക. 23 24 ഏകദേശം ഒരേ രീതിയിലുള്ള ആർട്ടിക്കിളാണ്. 23 എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കൽ, നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കലാണ് 23. 24 എന്ന് പറയുന്നത് ബാലവേല അല്ലെങ്കിൽ ചൈൽഡ് ലേബറാണ് 24. 23 ഫോഴ്സ്ഡ് ലേബർ, 24 ചൈൽഡ് ലേബർ. 23 ഫോഴ്സ്ഡ് ലേബർ, 24 ചൈൽഡ് ലേബർ. ഈ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുന്ന ആരെയാണ്? അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു ആജ്ഞാപിച്ച് നീ അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്ന ആരോടാണ്? അടിമകളോടാണല്ലേ. അടിമകളോടാണ് ആജ്ഞാപിച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അടിമത്തം എന്ന വാക്ക് ആ 23 കണക്ട് ചെയ്യാമല്ലോ. നിർബന്ധിത ജോലിയിലേക്ക് അടിമത്തം കണക്ട് ചെയ്യാമല്ലോ. പണ്ട് കാലത്ത് അടിമകളാക്കുന്ന ആരെയാണ്? മനുഷ്യനെ കടത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യരെയാണ് പണ്ട് കാലത്തൊക്കെ അടിമകളാക്കുന്നത്. നമ്മൾ നസീറിൻ്റെ ഒരു സിനിമ, പേര് ഞാൻ മറന്നുപോയി, നല്ലൊരു സിനിമയായിരുന്നു, പേര് കിട്ടുന്നില്ല. ഓക്കെ, ആ നസീറിൻ്റെ സിനിമയിലൊക്കെ ഇങ്ങനെ നസീറിനെ കടത്തിക്കൊണ്ട് പോയിട്ട് അടിമയായിട്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഒരു നമ്മുടെ പടക്കംപാട്ട് പോലത്തേക്ക് ഒരു കഥയായിരുന്നു. ലാസ്റ്റ് നസീർ തിരിച്ചു വന്ന് പ്രതികാരമൊക്കെ ചെയ്യുന്നത് മമ്മൂട്ടിയുടെ മകനായിട്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയാണ്. പേരെൻ്റെ വായി വരുന്നില്ല, എന്തോ അത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നത് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ ഇവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. 24 ബാലവേല, ചൈൽഡ് ലേബർ നിരോധിക്കുന്നു, ബാലവേല നിരോധിക്കുന്നതാണ് 24 എന്നും അറിഞ്ഞിരിക്കുക. ഇനി 25, 26, 27, 28 ഈ അനുച്ഛേദങ്ങളെല്ലാം, ഈ 4 അനുച്ഛേദങ്ങളും മതവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ആ 4 ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ചോദിക്കാറില്ലാത്തൊരു അനുച്ഛേദങ്ങളാണ്. സോ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അനുച്ഛേദമാണ് 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ആചരിക്കുക, പ്രചരിപ്പിക്കുക, അതിന് പറയുന്ന അനുച്ഛേദമാണ് 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ഇനി എന്താണ് 26? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് 26. മതത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൻ്റെ ജീവകാരുണ്യ സ്ഥാപനം സ്ഥാപിക്കുന്നു. 25, 26. ഓക്കെ, ഇനി 27. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് 27. മതത്തിൻ്റെ പേരിൽ ഇനി നിങ്ങൾ അങ്ങനെ നികുതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയായിട്ടുള്ള അവകാശമാണ് അനുച്ഛേദം 27 എന്നറിഞ്ഞിരിക്കുക. മതത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൻ്റെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു, പിന്നെ മതത്തിൻ്റെ പേരിൽ നികുതി കൊടുക്കുന്നതിനെ നിരോധിക്കുന്ന അനുച്ഛേദം 27, 25, 26
26, 27 മൂന്നെണ്ണം പറഞ്ഞു. ഇനി 28 ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 28. ഓക്കെ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ കാര്യങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് 28. 25, 26, 27, 28 നാലും മതവുമായി ബന്ധപ്പെട്ടതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ 25. അതുപോലെ മതപരമായിട്ടുള്ള ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അനുച്ഛേദം 26. പിന്നെ മതപരമായ നികുതി കൊടുക്കുന്നതിനെ എതിർക്കുന്ന അനുച്ഛേദം 27. സ്കൂളുകളിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന അനുച്ഛേദം 28. 25, 26, 27, 28 നാലും പഠിച്ചു പോകുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കൂട്ടത്തിൽ തന്നെ 29, 30 ജസ്റ്റ് പറഞ്ഞേക്കാം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അനുച്ഛേദമാണ് 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 29. എന്നോട് പറയാം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 29. ഇനി 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്നതാണ് 30. 29, 30 ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് 29. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 30. താല്പര്യങ്ങൾ 29, വിദ്യാഭ്യാസ സ്ഥാപനം 30. 29, 30 ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. അനുച്ഛേദം 32. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് എന്ന് ചോദിച്ചാൽ 32ാമത്തെ അനുച്ഛേദത്തെ, 32ാമത്തെ ആർട്ടിക്കിളിനെ. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ അനുച്ഛേദമാണ് 32. ആർട്ടിക്കിൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് നമ്മുടെ പ്രിയാമ്പിളിലും ഉണ്ട് ഹൃദയവും ആത്മാവും ഒക്കെ. അപ്പോൾ ഹൃദയം, ആത്മാവ് എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് അറിഞ്ഞിരിക്കുക, അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓക്കെ, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 32 എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ പ്രിയാമ്പിളിനെ, ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ കോഡൊക്കെ വെച്ച് പറഞ്ഞാണ് താക്കൂർദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. എന്നാൽ അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 അറിഞ്ഞിരിക്കുക. ഈ ചരിത്രവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ടന്റും സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി. അതിനകത്ത് ക്യാപ്സ്യൂൾ പോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തൽക്കാലം ഒന്ന് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുക. കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് പഠിച്ചാൽ മതി. അത് ഈ രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുള്ളവർ കോഴ്സ് മേടിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ടോപ്പിക്കിൽ കിടക്കുവാണ്. ചരിത്രമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. ഈ ഒരു ഭാഗം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയുവാണ്. ഇത് ഒരു കഥ പോലെ കേട്ടിരുന്ന് പഠിച്ചു പോകാവുന്ന സംഭവമേ ഉള്ളൂ ഈ ഒരു കേരള ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട, കാണാതെ പഠിച്ചു പോകേണ്ട ചില വർഷങ്ങളും ചില ടേംസും ഒക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ചും അതുപോലെ ഞാൻ പറയുന്ന കോഡുകൾ മതിയെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചും ഒന്ന് ആ മൊമെൻറ്റിൽ തന്നെ പഠിച്ചു പോകണം. അങ്ങനെ പഠിച്ചു പോകുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ കേട്ട് തീരുന്ന സമയം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രം. ഒരു കഥ പോലെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ പയ്യെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഒരു 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴാണ് യൂറോപ്യന്മാർ പയ്യെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് വ്യാപാരത്തിനായി. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തി. ഇതിനു മുമ്പ് ചൈനക്കാരും അറബികളും ഒക്കെ വ്യാപാരത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാരും അറബികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പം യൂറോപ്യന്മാർ വന്നു തുടങ്ങി. ഇനി യൂറോപ്യന്മാരിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. നമ്മൾ ഈ മലയാള സിനിമയിലെ പഴയ കേരള ചരിത്രമൊക്കെ പറഞ്ഞ സിനിമകൾ നോക്കിയാൽ ഉറുമിയാണെങ്കിലും കുഞ്ഞാലി മരിക്കാനാണെങ്കിലും പറങ്കികളുമായിട്ടുള്ള പ്രശ്നമാണല്ലോ. പറങ്കികൾ നമ്മുടെ മണ്ണിൽ കാലു കുത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് നമ്മുടെ ഇങ്ങോട്ട് വന്നത് ഉമ്മാരാണ്, ഈ പറങ്കികളാണ്, പോർച്ചുഗീസുകാരാണ്. അതുകൊണ്ടാണ് മിക്കതിലും ആദ്യം പറങ്കികളുമായിട്ടുള്ള പ്രശ്നം കാണിക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ആദ്യം എത്തിയത്. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗ്ഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യൻ
യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായിട്ട് തന്നെ PSC പരീക്ഷ ചോദിക്കാറുണ്ട്. പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം എത്തിയവരുമായിട്ട് ബന്ധപ്പെട്ട് കടൽ കാ കൂട്ടി തന്നെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം കച്ചവടത്തിനല്ലേ എത്തിയത്. കച്ചവടത്തിന് എത്തുമ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷ എന്താണ്, നല്ലൊരു ഹോപ്പ് ഉണ്ടല്ലോ അല്ലേ, നല്ല രീതിയിൽ കച്ചവടം നടത്താം എന്നൊക്കെയുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ, ഗുഡ് ഹോപ്പ് കാണുമല്ലോ. അപ്പോൾ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർക്ക് ഒരു ഗുഡ് ഹോപ്പ് ഉണ്ടായിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, അപ്പോൾ ഇതിന് കണക്ട് ചെയ്യാമല്ലോ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. ഇനി 1453 ഒട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി, കോൺസ്റ്റാന്റിനോപ്പോൾ എന്ന വാക്ക് ആരംഭിക്കുന്നത് C എന്ന അക്ഷരത്തിലാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 3ാമത്തെ ആൽഫബറ്റ് ആണല്ലോ C. 1453 അത് 3-ലാണല്ലോ അവസാനിക്കുന്നത്. സോ 453 ഉറപ്പിക്കാമല്ലോ. 453 ഒട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത്. അതുമൂലമാണ് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം ഇവർക്ക് കണ്ടുപിടിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പം കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കേരളത്തിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ശക്തിയായ ഈ പോർച്ചുഗീസുകാർ. ഓക്കെ, ഇനി നമ്മൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട വാസ്കോഡ ഗാമയുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. മിക്ക സിനിമകളിലും വാസ്കോഡ ഗാമയെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് ക്രൂരനാണ്, മോശപ്പെട്ട കാര്യങ്ങളും പല രീതിയിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മോശമായിട്ട് തന്നെ പുള്ളി എടുക്കാം. എൻ്റെ മനസ്സിൽ പുള്ളി ഇങ്ങനെ മോശമായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മിക്ക ഇതിൽ അങ്ങനെയൊക്കെ ആണല്ലോ. പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാണ്, സിനിമകളോ കഥകളൊക്കെ ഉണ്ട്, ചരിത്രമൊക്കെ വെച്ച് നമുക്കറിയാമല്ലോ. വാസ്കോഡ ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാലും വാസ്കോഡ ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആര് എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ്, ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്ന്. വർഷം 1497. വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ കണക്ഷൻ ഞാൻ പറയാം. അപ്പോൾ ലിസ്ബണിൽ നിന്നാണല്ലോ യാത്ര ആരംഭിച്ചത്. 97, 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 497 7 തിരിച്ചിട്ടാൽ L എന്ന് വായിക്കാൻ പറ്റില്ലേ. Lലാണല്ലോ ലിസ്ബൺ തുടങ്ങുന്നത്. ലിസ്ബണിൽ നിന്ന് 97 ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ എത്തിയത് 98. ഇന്ത്യക്ക് 8ൻ്റെ പണി നൽകാൻ 98 എത്തി. 7 യാത്ര ആരംഭിച്ചു. ഒരു വർഷം കഴിഞ്ഞ് 98 എത്തി. അപ്പം ഇന്ത്യക്ക് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത് ഈ ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ തൊട്ടാണല്ലേ. അപ്പോൾ ചരിത്രം തന്നെ മൊത്തത്തിൽ മാറിയത്. ഇന്ത്യക്ക് പണി കിട്ടാൻ തുടങ്ങിയത് ഗാമ വന്നപ്പോൾ തൊട്ടാണെന്ന് ഓർത്ത്. ആ രീതിയിൽ പണി കിട്ടാൻ തുടങ്ങിയത് പണിക്കർ ഗാമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. അപ്പോൾ 98 പയ്യെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് 8ൻ്റെ പണി കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ പണിക്കർ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് പറഞ്ഞു. ചരിത്രം തന്നെ വാസ്കോഡ ഗാമ വരുന്നതുകൊണ്ട് മാറി മറിഞ്ഞു വന്നു. സർദാർ KM പണിക്കർ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണ് എന്നഭിപ്രായപ്പെട്ടു സർദാർ KM പണിക്കർ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് KM പണിക്കർ അഭിപ്രായപ്പെട്ടു. അതുപോലെ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് എന്ന് ആരാണെന്ന് ചോദിക്കാം. അത് മാനുവൽ ഒന്നാമനാണ്. ഇത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കോഡ് വെച്ച് തന്നെ ഞാൻ പറയാം. വാസ്കോഡ ഗാമ നമ്മുടെ മനസ്സിൽ ദുഷ്ടനാണല്ലോ, ഒരു ദുഷ്ടനായ കഥാപാത്രം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രം വെച്ച്. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇങ്ങോട്ട് അയച്ച രാജാവിനോടുള്ള കലി മൂലം ആ കൂട്ടി പേരുള്ള ഒരു രാജാവ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അവനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം തന്നെ ഇങ്ങോട്ട് എടുക്കാം. കൂട്ടി പേരുള്ള മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. ഒരു മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞാൽ മത്തങ്ങാത്തലയിൽ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. മത്തങ്ങാത്തലയൻ കൂട്ടി പേരുള്ള രാജാവായ മത്തങ്ങാത്തലയനായ മാനുവൽ ഒന്നാമൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ചത് മൂലമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 8ൻ്റെ പണി നൽകാൻ 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 8ൻ്റെ പണി നൽകും. ഇപ്പം പണി കൊടുക്കുന്നത് ഇപ്പം പുള്ളി പലരെ അടിമകളാക്കണമെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അടിയൊക്കെ കൊടുത്തല്ലേ അടിമകളാക്കുന്നത്. ശരീരത്തിന് കേടുവരുത്തി മെയ്ക്ക് കേടുവരുത്തി. അപ്പം മെയ്യിലേക്ക് വന്നെത്താലോ. 1498 മെയ്യിലാണ്. പിന്നെ 20 ഓർക്കുക. 1498 മെയ് 20 വാസ്കോഡ ഗാമ കോഴിക്കോട്
കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങിയത്. നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒത്തിരി പഠിച്ചിട്ടുള്ളതല്ലേ, കോഴിക്കോട് എവിടെയാണ്? കാപ്പാടാണ് വന്നിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട്ടെ കാപ്പാടാണ് വന്നിറങ്ങിയത്. കോഴിക്കോട്ടെ കാപ്പാട്. ഓക്കെ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര്, ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, രണ്ടും ഗായിൽ തുടങ്ങുന്നു. സഞ്ചരിച്ച ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ സെൻറ്റ് ഗബ്രിയൽ. ഓർത്തിരിക്കുക, വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ഗാമയുടെ കപ്പൽ ഗബ്രിയൽ, ഗാമ ഗബ്രിയൽ. അടുത്ത പോയിന്റ്, ഇനി ഒരു ടൈം ലൈനാണ് പറയാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾ, ഈ വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞു 97 പുള്ളി യാത്ര ആരംഭിച്ചത്. ലിസ്ബണിൽ നിന്ന് 7, അങ്ങനെ 7 ഉറപ്പിക്കും. ഒരു വർഷം കഴിഞ്ഞ് ഇന്ത്യയിലെത്തി 98. അടുത്ത വർഷം തന്നെ പുള്ളി തിരിച്ചു പോയി, 99 തിരിച്ചു പോയി. 98 മെയ് 20 വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തി. നെക്സ്റ്റ് വർഷം 99 വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ 3 വർഷങ്ങൾ പറഞ്ഞല്ലോ. 97 പുറപ്പെട്ടു, 98 ഇന്ത്യയിലെത്തി, 99 മടങ്ങിപ്പോയി. 99 തീർന്നു. ഒരു 3 കൂടെ ആഡ് ചെയ്യുക. 99 കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 502 1502 വീണ്ടും എത്തി. 1502 വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. അല്ലെങ്കിൽ 1500കളിലാണ് രണ്ടാമതായി എത്തിയെന്നറിയാവുന്നവർക്ക് 1500കളുടെ രണ്ടാമത്തെ വർഷമാണ് രണ്ടാമതായി എത്തിയെന്ന് ഓർത്താലും മതി. 1502 വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തി. ഇനി 24 അദ്ദേഹം അന്തരിച്ചത്. ആ വർഷം തന്നെയാണ് പുള്ളി മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത്. 1524 വാസ്കോഡഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലെത്തിയത്. പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. ഒന്നുകൂടെ പറയാം, പോർച്ചുഗീസ് വൈസ്രോയിയായി ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524. 24 ഒരു ദിവസമായിട്ട് അങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് ഒരു വർഷത്തിലെ ഏറ്റവും അവസാന ദിവസം, അവസാനവുമായി ബന്ധപ്പെട്ടതാണല്ലോ മരണമാണല്ലോ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ സംഭവം. അപ്പം മരണം അവസാനം, ഒരു വർഷത്തിലെ അവസാന മാസം ഡിസംബർ. അപ്പം അവസാന മാസം അവസാന ദിവസമായി എന്നോർത്ത്. അപ്പം ഡിസംബറിൽ 24 അങ്ങോട്ട് എഴുതി. ഡിസംബർ 24 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിച്ചു. 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അവസാനമായി ശ്വാസം വലിച്ച് അന്തരിച്ചു എന്നൊക്കെ, അങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് ഓർക്കുക. അപ്പോൾ 24 ഡിസംബർ 24 1524. ഇടയ്ക്ക് 900 വരുന്നുണ്ട്. നമ്മൾ 900 കൂടുതൽ പഠിപ്പിച്ച് പോയോണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിച്ചു. ഇനി 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 39. 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 39 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. 97 പുറപ്പെട്ട് 98 ഇന്ത്യയിലെത്തി. 99 തിരിച്ചു പോയി. 3 വർഷം കഴിഞ്ഞ് 502 രണ്ടാമത് വീണ്ടും വന്നു. പിന്നെ 24 അവസാനമായിട്ട് വന്നു വൈസ്രോയി ആയിട്ട്. 24 തന്നെ ഡിസംബർ 24 അന്തരിച്ചു. 39 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ. ഇനി മറ്റു കുറച്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത് വാസ്കോഡഗാമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്, ഈ പോർച്ചുഗീസുകാർ. അപ്പം പുള്ളിയുടെ യാത്രയ്ക്ക് എത്രമാത്രം ചിലവായോ അതിൻ്റെയൊക്കെ 60 ഇരട്ടി ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നും കൊള്ളയടിക്കുമായിരുന്നല്ലേ ഇമാരെല്ലാം, ഈ പോർച്ചുഗീസും അതുപോലെ പിന്നെ വന്നവരെല്ലാം. അപ്പോൾ 60 ഇരട്ടിയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അതുപോലെ മാനുവൽ രാജാവ്, പുള്ളിക്ക് ഇത്രയും ഇവിടുന്ന് കൊണ്ടുപോയില്ല, അപ്പോൾ അതുകൊണ്ട് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി പുള്ളിക്ക് നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് പ്രഭു എന്ന പദവി നൽകി. മാനുവൽ രാജാവ് ഗാമയ്ക്ക് നൽകിയ പദവി ഏതാണ്? ഇതിന് ശേഷം ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകി. ഡോം പദവി നൽകി ഗാമയ്ക്ക് മാനുവൽ രാജാവ് ഡോം പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് ഈ വാസ്കോഡഗാമ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഡോം പദവിയൊക്കെ നൽകി മാനുവൽ രാജാവ് അദ്ദേഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ ഓഷനിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് മാനുവൽ രാജാവ് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ വാസ്കോഡഗാമ.
വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ലിസ്ബണിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞൊരു പോയിന്റ് പഠിച്ചല്ലോ നമ്മൾ 39 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ആ പോയിന്റ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. അതുപോലെ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലാണ് യാത്ര തിരിച്ച് ലിസ്ബൺ ആണെന്ന് വെച്ചാൽ ലിസ്ബണോട് കണക്ട് ചെയ്യാമല്ലോ. പക്ഷേ കത്തീഡ്രലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ജെറോണിമസ് കത്തീഡ്രൽ. 2 പോയിന്റ് BSc പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് കൊച്ചിയിലെ പുള്ളിയുടെ ശവശരീരം ആദ്യം അടക്കിയത്. അതിനുശേഷം അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അടക്കിയത് ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ. കൊച്ചിയിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ്, പോർച്ചുഗലിലെ ആണെങ്കിൽ ജെറോണിമസ് കത്തീഡ്രൽ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ്. ബർത്തലോമിയോ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാണ്? ആഫ്രിക്കയിൽ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ 1498 അത് സഞ്ചരിച്ച ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസ്. ഹോപ്പ് എന്ന് പറയുന്നത്, ഡയസ് എന്ന് പറയുന്നത് മറ്റേ ഇങ്ങനെ കറക്കിടുന്ന സംഭവമില്ല. അപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇത് വീഴും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇപ്പം കോയിൻ ടോസ് ചെയ്യുവാണെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടോസ് വീഴും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഹോപ്പ് ഡയസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. ബർത്തലോമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പെഡ്രോ അൽവാരസ് കബ്രാളുമായി ബന്ധപ്പെട്ടതാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോസ് അൽവാരസ് കബ്രാൾ. പിൻഗാമിയായി കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കബ്രാൾ. പിൻഗാമി കബ്രാൾ. ഓർത്തിരിക്കുക, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോസ് അൽവാരസ് കബ്രാൾ. 1500-കളിൽ കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും കബ്രാളാണ്. കൊച്ചിയിലെ പണ്ടകശാല, കൊച്ചിയിലാണല്ലോ പണ്ടകശാല. കൊച്ചിയിലെ പണ്ടകശാല, കൊച്ചി കായൽ തുടങ്ങുന്നു. കബ്രാൾ, കൊച്ചി കബ്രാൾ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി 1500-ലെത്തിയ നാവികനാണ് കബ്രാൾ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ചതും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. അടുത്തത് പോർച്ചുഗീസ് വൈസ്രോയിമാരുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ആദ്യത്തെ വൈസ്രോയി നമ്മൾ പഠിക്കുന്ന അൽമേഡയാണല്ലോ. ആദ്യത്തെ അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. നീലജല നയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് നീലജലം കിടക്കുന്നത്? നമ്മുടെ കടലിലാണ്. അപ്പോൾ കടലിൽ ശക്തമായ നാവികപ്പട ഉണ്ടെങ്കിലേ ഉള്ളൂ മറ്റുള്ളവരെയൊക്കെ കീഴടക്കി ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നയമാണ് നീലജല നയം. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ സൗത്ത് ചൈന സിയോ ഏതാണ്, ഇവിടെ ഒരു കടലിൽ പ്രശ്നമുണ്ടല്ലോ. ഈ ചൈന അവിടെ കൂടുതൽ ആരെ സമ്മതിക്കുന്നില്ല. അമേരിക്ക എപ്പോഴും ചൈനയായിട്ട് ആ രീതിയിൽ പ്രശ്നമുണ്ടല്ലോ കടൽ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം പ്രശ്നം ഇതാണ്, എല്ലാ എക്കണോമിയാണ് വ്യാപാരം. കടലെല്ലാം കീഴടക്കി വെച്ചാൽ വ്യാപാരം അവന്മാർക്ക് അനുകൂലമായി മാറും, അവന്മാർ കാശുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം വ്യാപാരവും കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. സോ അതുമായി ബന്ധപ്പെട്ടതാണ് നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യത്തെ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ
1505 മുതൽ 1509 വരെ നീലജല നയമാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡയാണ് നീലജല നയം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുടുംബത്തെ ഒരുമിച്ച് എല്ലാവരും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ രണ്ടായിട്ട് വിഭജിക്കുക, അല്ലെങ്കിൽ ഒരു നാടിനെ രണ്ടായിട്ട് വിഭജിക്കുക, അതൊക്കെ ഒരു വേണമെങ്കിൽ ശാപം എന്നൊക്കെയുള്ള രീതി നമുക്ക് പറയാമല്ലോ. ഒരു കേഴ്സാണ്, ശാപമാണ്. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേഴ്സിലേക്ക് എത്താൻ വേണ്ടിയാണ്. കേഴ്സൺ പ്രഭുവിലേക്ക് ബംഗാൾ വിഭജനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിൽ വരണം. കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ പ്രവിശ്യയെ വിഭജിച്ചത്. കേഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ചത് 1905 ജൂലൈ 20-നാണ്. ഇത് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. വിഭജിച്ചത് 1905 ജൂലൈ 20-ന്, നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-ന്. എന്തായാലും 1905 ഓർത്തിരുന്നോണം. കേഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ വിഭജിച്ചു. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ സെക്കൻഡ് പ്രഭുവായിരുന്നു. മിൻറ്റോ രണ്ടാമനായിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി. 1905 ജൂലൈ 20-നാണ് കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത്. നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ആ സമയത്തെ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. ഓക്കെ, സ്വദേശി പ്രസ്ഥാനം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുവാണ്. ബംഗാൾ വിഭജനത്തിന് ബാക്കി കാര്യങ്ങൾ പറയാനുണ്ട്. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയുടെ കാലത്താണ് എന്ന് ചോദിക്കും. ആരാണ് ബംഗാൾ വിഭജനം നടത്തിയത്? കേഴ്സൻ്റെ കാലത്ത് തന്നെ സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് കേഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് PC റേയാണ്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് അത് സ്ഥാപിച്ചത് PC റേയാണെന്നും ഓർത്തിരിക്കുക. ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ 16-നാണ്. ഒക്ടോബർ 16-നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. ഈ ഒക്ടോബർ 16 ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചു. ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് രവീന്ദ്രനാഥ ടാഗോർ നിർദ്ദേശിച്ചു. ബംഗാളിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനായി ഈ ഒക്ടോബർ 16 രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് രവീന്ദ്രനാഥ ടാഗോറാണ് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ഈ 1905-ലെ ബംഗാൾ വിഭജനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവേശിക്കാൻ അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ച സംഭവം ബംഗാൾ വിഭജനം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്നതും ബംഗാളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം, അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി, 2 പോയിന്റിനും ഉത്തരം ബംഗാൾ തന്നെയാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കി 1911. അത് ഹർഡിഞ്ച് രണ്ടാമനാണ്. 1 ഇഞ്ച് പോലും വിഭജിക്കേണ്ട എന്ന് ഹർഡിഞ്ച് തീരുമാനിച്ചു. ഹർഡിഞ്ച് ബംഗാൾ വിഭജനം റദ്ദാക്കി. ഓർത്തിരിക്കാമല്ലോ, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹർഡിഞ്ച് രണ്ടാമൻ. രണ്ടെന്ന് ഇങ്ങനെ റോമൻ ലെറ്റേഴ്സിൽ എഴുതുന്ന 2 എടുത്ത് പുറത്തോട്ടിട്ടാൽ 1911-ലെ 1911 എന്ന് ഉറപ്പിക്കാമല്ലോ. സോ 11-ൽ ഹർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളിൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചൂട് രക്തമാണ് ബംഗാളിൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണെന്നും ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയാണ് റിസ്ലി. ഓർക്കുക, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്നഭിപ്രായപ്പെട്ടത് റിസ്ലയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ 1906 നമ്മുടെ മനസ്സിലേക്ക് വന്നോണം. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ആണ്. 1906 ഡിസംബർ 30-നാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത്.
1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് രൂപീകൃതമായത്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് അഗാ ഖാനും നവാബ് സലീമുള്ളയും. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് അഗാ ഖാനും നവാബ് സലീമുള്ളയും. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്കയാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930 അലഹബാദ് സമ്മേളനമാണ്. പ്രത്യേക രാജ്യം വേണം അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930 അലഹബാദ് സമ്മേളനം. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണെന്ന് ഓർത്തിരിക്കുക. പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയാണ് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും അതുപോലെ തന്നെ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമാണ് ചൗധരി റഹ്മത്ത് അലി. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനം 1940 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ടു നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. ടു നേഷൻ തിയറി അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്ന ലാഹോർ സമ്മേളനത്തിൽ. ഓർക്കുക, ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ടു നേഷൻ തിയറി അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത്. പാകിസ്ഥാൻ സ്വതന്ത്രമായ തീയതി 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14. ഓക്കെ, പാകിസ്ഥാൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്ന തന്നെയായിരുന്നു. പാകിസ്ഥാൻ്റെ പിതാവ്, പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ രണ്ടും മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സയ്യിദ് അഹമ്മദ് ഖാനാണ് പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ്. അപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ, ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ. ഓക്കെ, ഇനി 1909 മിൻറ്റോ മോർലി റിഫോംസുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റുകളാണ് പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മോർലി പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്നറിയപ്പെടുന്നത് ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം ഏത് എന്ന് ചോദിച്ചാൽ മിൻറ്റോ മോർലി റിഫോംസ് ആണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം മിൻറ്റോ മോർലി റിഫോംസ്. ഈ ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. മിൻറ്റോ മോർലി ഭരണപരിഷ്കാര പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് SP സിൻഹ. മിൻറ്റോ മോർലി റിഫോംസ് പ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്.
ഇനി 1913 ഗദ്ദർ പാർട്ടി. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദാർ പാർട്ടി. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ 1913 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദ്ദർ പാർട്ടി. ഗദ്ദർ എന്ന വാക്കിന് ഉറുദു പഞ്ചാബി ഭാഷയിലെ അർത്ഥം വിപ്ലവം എന്നാണ്. ഗദ്ദർ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറുദു പഞ്ചാബി ഭാഷയിൽ വിപ്ലവം എന്നാണ്. ഇത് രൂപം കൊണ്ടത് ഞാൻ പറഞ്ഞു 1913 ഗദ്ദർ പാർട്ടി രൂപം കൊണ്ടത് 1913. ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാലാണ്. ഗദ്ദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഭക്നയാണ്. ഗദ്ദർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാൽ. ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാലാ ഹർദയാൽ, അതുപോലെ തന്നെ ആദ്യ ജനറൽ സെക്രട്ടറിയും ലാലാ ഹർദയാലാണ്. ഗദ്ദർ പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സോഹൻ സിംഗ് ഭക്ന. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം യുഗാന്തർ ആശ്രമം സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം യുഗാന്തർ ആശ്രമം സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദർ പാർട്ടിയുടെ ആദ്യത്തെ പേരെന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നതായിരുന്നു. ഗദ്ദർ പാർട്ടിയുടെ ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. 1913 നവംബറിൽ ഗദ്ദർ പാർട്ടി പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് ഗദ്ദർ എന്ന് അറിഞ്ഞിരിക്കുക. ഗദ്ദർ പാർട്ടിയുടെ വാരികയാണ് ഗദ്ദർ. ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം അംഗ്രേസി രാജ് കാ ദുഷ്മൻ. അംഗ്രേസി രാജ് കാ ദുഷ്മൻ അഥവാ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നതായിരുന്നു ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം. ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം അംഗ്രേസി രാജ് കാ ദുഷ്മൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ശത്രു എന്നതാണ്. ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ചത് 1915. ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ചത് 1915. ലാലാ ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജ്പത് റോയാണ്. ലാലാ ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരു ആര് എന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റോയ്. അതുപോലെ ഗദ്ദർ പാർട്ടി ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു. അതിലെ വാചകങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഗദ്ദർ പാർട്ടിക്ക് ഇന്ത്യയിലേക്ക് ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട്. അവർക്കുള്ള ശമ്പളം മരണമാണ്, പെൻഷൻ സ്വാതന്ത്ര്യമാണ്, അവർക്കുള്ള വില രക്തസാക്ഷിത്വമാണ്, യുദ്ധഭൂമി ഇന്ത്യയാണ്. ഇതായിരുന്നു ഗദ്ദർ പാർട്ടി പ്രസിദ്ധീകരിച്ച പരസ്യം. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം PSCയുടെ ഫേവറേറ്റ് സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ്. 2017 100ാം വാർഷികം ആഘോഷിച്ച ഗാന്ധിജിയുടെ സമരം ഏതെന്ന് ചോദിച്ചാലും ചമ്പാരൻ സത്യാഗ്രഹമാണ്. 2017 ആകുമ്പോൾ 100 വർഷമാകുമല്ലോ. സോ 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിന് 100 വർഷമായി. ഇനി അഹമ്മദാബാദ് മിൽ സമരം. അത് 1918. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണമാണെന്ന് അറിഞ്ഞിരിക്കുക. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണമാണ്. അതുപോലെ PSC എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം ഏത് വർഷമാണ് നടന്നതെന്നൊക്കെ. അത് 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് ഈ അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹമെന്നും അറിഞ്ഞിരിക്കുക. 1918 ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഖേദ സത്യാഗ്രഹം. 1918 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13.
1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃതസറാണ്. പഞ്ചാബിലെ അമൃതസറിൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് എന്ന് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമായ റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഒന്നുകൂടെ പറയാം, പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്? സത്യപാലിൻ്റെയും സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും. ഡോക്ടർ സത്യപാലിൻ്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട് അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട് അമൃതസർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ക്രോളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത്? ജാലിയൻ വാലാബാഗാണ്. ക്രോളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ റെജിനാൾഡ് ഡയറാണ്. ജനറൽ റെജിനാൾഡ് ഡയർ. അതുപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയറാണ്. മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ റെജിനാൾഡ് ഡയർ. ഈ സമയം ഇത് നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണെന്നും അറിഞ്ഞിരിക്കുക. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ഓർക്കുക, ഉദ്ധം സിംഗ് ആണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് ക്യാമറൂൺ ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് ക്യാമറൂൺ ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചു. ഡീപ്ലി ഷെയിംഫുൾ, ഡേവിഡ് ക്യാമറൂൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവർ ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച നേതാവ് C. ശങ്കരൻ നായർ. അപ്പോൾ C. ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. കൈസർ-ഇ ഹിന്ദ് ഗാന്ധിജിയും സരോജിനി നായിഡുവും തിരിച്ചു നൽകി. സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു നൽകി. ഇതൊക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ്. ഒന്നുകൂടെ പറയാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി തിരിച്ചു നൽകി. ഗാന്ധിജിയും സരോജിനി നായിഡുവും കൈസർ-ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകി. അതുപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും C. ശങ്കരൻ നായർ ഇതിനെ പ്രതിഷേധിച്ച് രാജിവെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തേക്കുന്നത്. നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ LDC കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു.